പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാം, ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് 2 ഫയലുകൾ, 2 പുഷ്പങ്ങളാണ്. ഓരോ ഫയലുകളെക്കുറിച്ച് വിശദമായി നോക്കാം. ആദ്യമായിട്ട് ഒന്നാമത്തെ ഈ പുഷ്പം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഒന്നാമത്തെ ചുവന്ന പുഷ്പം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് നാം നോക്കുന്നത്. ഫയൽ ഇതാണ്. ഈ ഫയൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ പ്രതീകമാണ് ഈ പുഷ്പം. ഈ പുഷ്പം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഭാവത്തെ പ്രതിനിധിക്കും. ഉറപ്പുള്ള, ഉറച്ച, ശക്തമായ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് ഈ പുഷ്പം കാണുന്നതിലൂടെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ എങ്ങനെയൊന്നും മാറിപ്പോകുന്നൊരു ബന്ധമായിരുന്നില്ല. ആ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി. നിങ്ങൾ ദൃഢമായാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത്. ആ വ്യക്തിയും ദൃഢമായി തന്നെയാണ് നിങ്ങളെ സ്നേഹിച്ചത്. ആ ദൃഢത ഇവിടെ വിളിച്ചോതുന്നുണ്ട്. ഈ ഫയലിലെ ചുവന്ന പുഷ്പം അതാണ്. മാറ്റിയാൽ മാറാത്ത, തകർക്കാൻ കഴിയാത്ത, മറ്റൊരാൾക്ക് ഇടപെട്ട് ഇല്ലാതാക്കാൻ കഴിയാത്ത അതിശക്തമായ ബന്ധമാണ് എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെടുകയാണ്. ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുത്തതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തിയുടെ മനസ്സിലുമുള്ള സ്നേഹത്തിൻ്റെ ദൃഢതയെയാണത് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സവിശേഷമായൊരു സ്ഥാനമുണ്ട്. അതാർക്കും തകർക്കാൻ കഴിയുന്നതല്ല. ആ വ്യക്തി ഇപ്പോഴും ഓർമ്മകളിൽ നിങ്ങളെ സൂക്ഷിക്കുന്നു. ഇടയിൽ വെച്ച് ആരൊക്കെയോ ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആ പ്രതിസന്ധി വിജയിച്ചില്ല. ദൃഢമായ ഒരു ബന്ധം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുണ്ട്. അതിനെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തി പറയാത്ത കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തി പറയാത്ത കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ദൃഢമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് സറണ്ടർ ചെയ്തെത്തും. ആ വ്യക്തിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളോടുള്ള ദൃഢമായ സ്നേഹമാണ്. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ എതിർക്കുന്നവർ വിചാരിക്കുന്നത് എങ്ങനെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇത്രത്തോളം സ്നേഹം ഉണ്ടായി എന്നുള്ളതാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത ശക്തമായ സ്നേഹമാണ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായത്. അതായിട്ട് ഈ നീലപുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ഈ കാർഡിൻ്റെ രൂപത്തിൽ കാണുന്ന ആ വ്യക്തി ഇപ്പോൾ ഒരു ഭാവനാപരമായ മാറ്റത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ പൂവിൻ്റെ അപൂർവമായ ആകൃതി നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ ഒരു ചിന്തയ്ക്ക് അനുസൃതമായി പോകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ചില ദാരുണമായ യാതനകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. അതിനുള്ളിൽ നിന്നാണ് നിങ്ങളിലേക്ക് കീഴ്പ്പെടലുണ്ടായിരിക്കുന്നത്, സമ്മതം ഉണ്ടായിരിക്കുന്നത്, നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു വലിയ ദുരന്തമോ ഒരു വലിയ വെല്ലുവിളിയോ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായി. ആ ദുരന്തവും വെല്ലുവിളിയും ആ വ്യക്തിയെ ഉലച്ചിരിക്കുന്നു. നിങ്ങളില്ലാതെ അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നഗ്നമായ സത്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളുമായി ചേർന്ന് പോകാതിരിക്കാൻ, നിങ്ങളുമായി അകലാൻ കൃത്യമായ ചില തീരുമാനങ്ങളും കൃത്യമായ ചില ധാരണകളും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചു. ഇത് രണ്ടും എതിർധ്രുവങ്ങളിൽ കടന്നുപോയതാണ്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ മനസ്സ് കൊണ്ടുവന്നപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തയ്യാറായി വന്നു. എങ്ങനെ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുത്തു എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. നിങ്ങളുടെ ശക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നടത്തി. ആ വ്യക്തിയുടെ ജീവിതം ഒന്ന് ഷെയ്ക്കായി, ഒന്ന് ആടി ഉലഞ്ഞു. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായൊരു സത്യം എന്ന് പറയുന്നത്,
നിങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. മാത്രമല്ല ആ വ്യക്തിയുടെ അകത്ത് നിങ്ങളോടുള്ള ഇഷ്ടത്തെ മുഴുവനും ആ വ്യക്തിക്കും നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കൊക്കെ അറിയിച്ചു കൊടുക്കാനായിട്ട് ഈ ആടിയുലച്ചൽ കാരണമായി. അങ്ങനെ ആ വ്യക്തി പൂർണ്ണമായി ഒറ്റപ്പെട്ടപ്പോൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തി ആരിലാണോ വിശ്വാസം അർപ്പിക്കാൻ ശ്രമിച്ചത് അവരുടെ യഥാർത്ഥ രൂപം, ആ വ്യാളി രൂപം ആ വ്യക്തിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആ വ്യക്തി സ്വന്തം അനുഭവത്തിൽ നിന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ഘട്ടത്തിൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നു, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അത് ആ വ്യക്തിക്കൊരു വലിയ ബോധ്യമാണ്. ആ വ്യക്തിക്കുണ്ടായ ആ ബോധ്യം ആ വ്യക്തിയെ ഇത് അറിയിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ ആ വ്യക്തി നിങ്ങളിലേക്ക് സറണ്ടർ ചെയ്യുകയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് കീഴടങ്ങുകയാണ്. അത് ആ വ്യക്തിയുടെ മനസ്സിൽ തൊട്ട ഒരു കീഴടങ്ങലാണ്. അതിൽ നിന്ന് ആ വ്യക്തിനെ പിൻവാങ്ങില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.